ഹായ് ഫ്രണ്ട്സ്, ട്രൈംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം ചെടിത്തോട്ടത്തിൽ കുറച്ച് ചെടികളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ വളരെ ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ നട്ടു വളർത്തിയിരുന്ന റോസാ ചെടി, ആ ചട്ടിയിലുള്ള ചെടികളെല്ലാം പട്ടുപോയി. അപ്പോൾ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടുന്നതിനായിട്ട് ഒരു 3 മൂട് റോസയും പിന്നെ അതുപോലെ തന്നെ ബൊഗൻവില്ലെ ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പഴയ ചെടിയെല്ലാം മാറ്റിയിട്ട് ആ 3 ചട്ടികളിലേക്ക് പുതിയ റോസ നടുന്ന കാഴ്ചകളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ട് ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നേരത്തെ നമ്മൾ റോസ ചെടിയൊക്കെ ഈ കാണുന്ന ചട്ടികളിലാണ് നട്ടിരുന്നത്. 4-5 വർഷമൊക്കെ കഴിഞ്ഞ സമയം ഇതുപോലെ അത് പട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചട്ടി ഒഴിഞ്ഞ് നിൽക്കുകയാണ്. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഗാർഡനിൽ പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ എന്തായാലും ഗാർഡനിലേക്ക് ഇറങ്ങി ഈ കാണുന്ന റോസാ ചെടിയും ഈ ബൊഗൻവില്ലയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്നലെ വാങ്ങിച്ച ബൊഗൻവില്ലയാണ് നിങ്ങളിപ്പം ഈ കാണുന്നത്. ഇതിന് ഒരു ചട്ടിക്ക് എനിക്ക് 250 രൂപയാണ് വിലയായത്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി നട്ടുപിടിപ്പിച്ച് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണ്. ഞാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ വാങ്ങിച്ചു വെച്ചേക്കുന്ന റോസയെ നമ്മൾ ചട്ടികളിലേക്കായിട്ട് മാറ്റാനായി പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ചട്ടികളിലേക്കാണ് നമ്മൾ റോസാ ചെടി മാറ്റി നടാനായിട്ട് പോകുന്നത്. ഇത് നേരത്തെ തന്നെ നിന്ന് ഉണങ്ങിപ്പോയ, അതായത് നമ്മൾ ഒരു 4-5 വർഷത്തേക്ക് മുമ്പ് ഇതിനകത്ത് പട്ട് റോസാ തൈകൾ നട്ടുവെച്ചിരുന്നു. അപ്പോൾ അത് പട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇതൊന്ന് നട്ടുപിടിപ്പിക്കാം. ഇപ്പോൾ റോസാ ചെടി നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് കറ്റാർ വാഴയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറ്റാർ വാഴയുടെ ഇല എന്ന് പറയുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആ ചെടികളുടെ വേരുകളിൽ നല്ലൊരു തണുപ്പ് നിലനിർത്താനും പെട്ടെന്നത് വേര് പിടിക്കുന്നതിനൊക്കെ ഈ ഇല സഹായകമാവും. അപ്പോൾ നമ്മൾ കുറച്ച് കറ്റാർ വാഴയുടെ ഇലയും കൂടി മുറിച്ച് ഈ പറഞ്ഞ മണ്ണിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. നമ്മുടെ ചട്ടിക്കകത്ത് ഈ അളവിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന റോസാ ചെടിയെ കവറിൽ നിന്നും പൊട്ടിച്ച് ഇതിനകത്തേക്ക് മാറ്റാൻ പോവുകയാണ്. ഇളക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വേര് പൊട്ടാതെ ഈ രീതിയിൽ തന്നെ നമ്മൾ ചെടി ചട്ടിക്കകത്തേക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ അതിന് കൂടുതൽ കേടുപാടൊന്നും പറ്റാത്ത രീതിയിൽ നമുക്കതിനെ നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ചെടികളെല്ലാം ചട്ടിയിലേക്ക് മാറ്റി നട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കൊടുത്ത് വളമൊക്കെ ഇട്ട് ഈ ചെടികളെ അടിപൊളിയായിട്ട് നോക്കി വളർത്തണം. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിൽ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ്, ചാനൽ ബൈ അരുൺ. ബൈ.